ഹലോ നമസ്കാരം. SN മീഡിയ വൺ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, വളരെ ഉപകാരപ്രദമാകുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ്. പലപ്പോഴും നമ്മളുടെ മൊബൈലിന് ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മൊബൈൽ റിപ്പയർ കടകളെ ആശ്രയിക്കാറുണ്ട്. ചിലപ്പോൾ ചെറിയ കംപ്ലൈൻറ്റുകളാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു മൊബൈൽ ഷോപ്പിൽ നൽകുന്ന സമയത്ത് അദ്ദേഹം പറയും, നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ചിട്ട് നാളെ വന്നോളൂ. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പാടില്ല. ചെറിയ കംപ്ലൈൻറ്റുകളാണെങ്കിൽ അപ്പോൾ തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മൊബൈൽ ക്ലിയർ ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫോൺ ലോക്ക് ചെയ്യാതെ റിപ്പയറിങ്ങിന് നൽകാനാവില്ല എന്നതുകൊണ്ട് ചിത്രങ്ങളോ വീഡിയോകളോ ഉള്ള മെമ്മറി കാർഡ് മാറ്റാൻ മറക്കരുത്. മെമ്മറി കാർഡുകൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്നും റിമൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെക്കേണ്ടതുണ്ട്. അത് അവിടെ ഓരോ മൊബൈൽ ഷോപ്പിൻ്റെ മുൻപിലെല്ലാം നമുക്ക് ചില നോട്ടീസുകളിൽ എഴുതി വെക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡിൽ നിന്നും ഡിലീറ്റ് ചെയ്ത ഡേറ്റ റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ നമ്മുടെ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫോൺ റിപ്പയർ ചെയ്യാൻ വേണ്ടി ആ ഒരു കടയിൽ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന ആ ഒരു ഓഫീസിൽ നൽകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുക, അംഗീകൃത സർവീസ് സെൻ്ററുകളിൽ മാത്രം ഫോൺ റിപ്പയറിങ്ങിന് നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധി ഫോണുകൾ റിപ്പയറിങ്ങിനെത്തും. അതുകൊണ്ട് തന്നെ ഓരോ ഫോണുകളും ചികഞ്ഞു നോക്കാൻ അവർക്ക് സമയം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ തീർത്തും സ്വകാര്യമായ ചിത്രങ്ങളോ വീഡിയോകളോ ഉള്ള ഫോണുകൾ ഫാക്ടറി റീസെറ്റ് ചെയ്യാനാകാത്ത തരത്തിൽ ഡിസ്പ്ലേ, അതുപോലെ തന്നെ കീപാഡ്, ടച്ച് സ്ക്രീൻ തകരാറ് വന്നുവെങ്കിൽ നന്നാക്കാതെ തന്നെ പുതിയ ഫോണ്, നമുക്ക് അത്രയും സ്വകാര്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ മൊബൈലുകളിൽ നമ്മൾ സൂക്ഷിച്ചിട്ട് ഉണ്ട് എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫോണിനെ അവോയ്ഡ് ചെയ്യുക. ഫോൺ ഒഴിവാക്കി മറ്റൊരു പുതിയ ഫോണ് വാങ്ങാൻ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഡാറ്റ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫോണിൽ നിന്നും ഫോട്ടോയാവട്ടെ വീഡിയോകളാവട്ടെ അത് മിസ്യൂസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പ് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാനീ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മുടെ മൊബൈലുകൾ കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മൊബൈൽ ഒഴിവാക്കി പുതിയ ഫോണുകൾ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ കംപ്ലൈൻറ്റുകളാണെങ്കിൽ നമ്മൾ ആ ഒരു മൊബൈൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്ത കടയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ ചെറിയ കംപ്ലൈൻറ്റുകൾ തീർത്തതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ ക്ലിയർ ചെയ്ത് വാങ്ങി വീട്ടിൽ പോകാൻ ശ്രമിക്കുക. തീർത്തും സ്ത്രീകൾക്ക് വളരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ SN മീഡിയ വൺ യൂട്യൂബ് ചാനലിനോടുള്ള നിങ്ങളുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ പുതിയ ഓൾ ഇൻ വൺ വീഡിയോസുകൾ, പലതരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.